നമസ്കാരം. വെൽക്കം ടു പ്രെപ് സ്കെയിൽ. കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന്റെ ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ, എക്സാം എങ്ങനെയാണ്, പൊതുവായിട്ട് എക്സാമിന്റെ ഒരു ഘടന തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ഒരു ട്രെൻഡ് അനാലിസിസ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി അനാലിസിസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. കഴിഞ്ഞ ഒരു 3-4 എക്സാമുകൾ, ഒരു 2014 അല്ലെങ്കിൽ 16 ശേഷമുള്ള പരീക്ഷകളെ വെച്ചിട്ട്, ക്വസ്റ്റ്യൻ പേപ്പറുകളെ വെച്ചിട്ട് ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്റ്റീവിൽ പൊതുവെ എന്താണ് ഒരു ട്രെൻഡ് എങ്ങനെ മാറി വരുന്നതെന്നും ഡിഫിക്കൽട്ടി എങ്ങനെ മാറി വരുന്നതെന്നും നമുക്കൊന്ന് വെറുതെ അനലൈസ് ചെയ്ത് നോക്കാന്നുള്ളതാണ്. നമുക്ക് പഠിക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുമല്ലോ, എങ്ങനെയാണ് എക്സാമിനുള്ള മാറ്റം, ഏതൊക്കെ ഭാഗങ്ങളെ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് നമ്മളൊന്ന് വെറുതെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡിഫിക്കൽട്ടി നോക്കുകയാണെങ്കിൽ പേപ്പർ ഓരോ വർഷവും ടഫായിട്ട് വരുന്നു എന്ന് നമുക്ക് പറയാം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പുതിയ പരീക്ഷകളെല്ലാം കുറച്ച് കുറച്ച് ടഫറായിട്ടാണ് വരുന്നത്. ആ ട്രെൻഡ് അതുപോലെ ഫോളോ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ എക്സാം വരെ അത് അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെയാണ് കറണ്ട് അഫയേഴ്സിന്റെ ട്രെൻഡ്. ഇത് എക്സാം ടഫ് ആവുന്നതിന് കാരണങ്ങൾ ഇതൊക്കെയാണ്. കറണ്ട് അഫയേഴ്സ് ഇംഗ്ലീഷ് പോലെ ഇതിനകത്ത് വരുന്ന ഓരോ സബ്ജക്റ്റും എങ്ങനെ ചോദ്യങ്ങൾ വരുന്നു അല്ലെങ്കിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതിന് അടിസ്ഥാനത്തിലാണ് ഈ ടഫ്നെസ് അല്ലെങ്കിൽ എത്രത്തോളം ഡിഫിക്കൽട്ട് ആണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ ട്രെൻഡ് പറയുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സിന്റെ ട്രെൻഡും വല്ലാതെ കൂടിയിട്ടുണ്ട്. മുൻപ് ഒരു സ്റ്റാറ്റിക് GK അല്ലെങ്കിൽ ജനറൽ നോളജ് എന്നുള്ള ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കറണ്ട് അഫയേഴ്സിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ അവസാനത്തെ 2024 പരീക്ഷയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അതിനകത്ത് എക്സാമിന് തൊട്ട് മുൻപ് നടന്ന കാര്യങ്ങൾ വരെ എക്സാമിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് കൃത്യമായിട്ട് ഒരു അവെയർ ആയിരിക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനും ഈ കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ ഇംഗ്ലീഷിന്റെ ട്രെൻഡും, ഇംഗ്ലീഷ് അറിയാമല്ലോ, ഇപ്പോൾ ഒരു 50% മാർക്ക് ഇംഗ്ലീഷിലോട്ട് വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷും കുറച്ച് ടഫായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് റാങ്ക് കിട്ടണമെങ്കിൽ ഇംഗ്ലീഷ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അത് ഒബ്ജക്റ്റീവിൽ മാത്രമല്ല, ഡിസ്ക്രിപ്റ്റീവും ഇംഗ്ലീഷിൽ തന്നെ ആയതുകൊണ്ട് രണ്ടും നമ്മൾ നല്ല കൃത്യമായിട്ട് പഠിക്കണം. രണ്ടിനും ഒന്നിച്ചിട്ട് പഠിക്കുക എന്ന് നമുക്ക് പറയാം. നമ്മൾ വൊക്കാബുലറി ആണെങ്കിലും അല്ലെങ്കിൽ ഗ്രാമർ ആണെങ്കിൽ അല്ലെങ്കിൽ സിംഗിൾ വേർഡ് വരുന്ന പോലെ അല്ലെങ്കിൽ സമ്മറൈസ് ചെയ്ത് പഠിക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ രണ്ടിനും ഉപകാരപ്പെടുന്ന രീതിയിൽ ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ജുഡീഷ്യറി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ട്രെൻഡ് എന്ന് വെറുതെ നോക്കിക്കഴിഞ്ഞാലേ, അതും 2014 ഒരു ബേസിക് പൊളൈറ്റി അല്ലെങ്കിൽ സ്റ്റാറ്റിക് GKയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങളായിരുന്നെങ്കിൽ 2016 കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഡീപ്പായിട്ട് ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എവിടെയാണ് മെജോറിറ്റി, എവിടെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തുണ്ട് ജുഡീഷ്യറി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മേജർ ക്വസ്റ്റ്യൻസിന്റെ ഒരു സ്റ്റൈൽ എങ്ങനെയാണെന്നുള്ളത് മാത്രമേ നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് പറയാൻ പറ്റുന്നുള്ളൂ. 2019 ജുഡീഷ്യറിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ 2020 ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺസെപ്റ്റ്സിനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ 2022 എത്തുമ്പോൾ ഒരു ജുഡീഷ്യറിയുടെ കാര്യങ്ങൾ കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലിൽ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 2024 അത് ജുഡീഷ്യറി, അതിനോടൊപ്പം കണ്ടംപററി ലീഗൽ അഫയേഴ്സ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ചില വിധികളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ, അതുപോലെ ഈ കോടതിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, ഭാരതീയ ന്യായ സംഹിതയൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ ആ രീതിയിലാണ് ചോദ്യങ്ങൾ ഉണ്ടാവാറുള്ളത്. എന്ന് വെച്ചാൽ നമുക്ക് നല്ല ലോ അവയർനെസ് ഉണ്ടായിരിക്കുക കറണ്ട് അഫയേഴ്സിന്റെ കൂടെ തന്നെ. എന്ന് വെച്ചാൽ പഴയ പാറ്റേൺ ഒരു സ്റ്റാറ്റിക് GK നമ്മൾ ജനറലായിട്ട് ചോദിക്കുന്ന ആ പഴയ ട്രെൻഡിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ്, PSCയുടെ ലെവലുള്ള ചോദ്യങ്ങൾ ഇതൊക്കെ മാറി ഈസി ആയിട്ടുള്ള ഇംഗ്ലീഷ് മാറി സിമ്പിൾ ആയിട്ടുള്ള മാത്സ് ആൻഡ് റീസണിങ്ങിനൊക്കെ മാറിയിട്ട് ഈ കറണ്ട് അഫയേഴ്സിന് നല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വൊക്കാബുലറി, അതുപോലെ ലീഗൽ വൊക്കാബുലറിക്കൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജുഡീഷ്യറി അവയർനെസ് ഉണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട്, ലീഗൽ നോളജ് ഉണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ കഴിഞ്ഞ എക്സാമൊക്കെ നടന്നിട്ടുള്ളത്. 2024 ശരിക്കും നമുക്ക് പറയുകയാണെങ്കിൽ ടഫസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നത് ഹൈക്കോടതി അസിസ്റ്റന്റ് പേപ്പറുകളിൽ വെച്ചിട്ട്. ആ ടഫ്നെസ് കൂടി വരുന്നുണ്ട്, നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അത് അത്യാവശ്യം നല്ല ടഫായിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. അതുപോലെ തന്നെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നവർക്ക് മാത്രം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമും ആയിരുന്നു. അപ്പോൾ അതിനകത്ത് കറണ്ട് അഫയേഴ്സ് ആണ് കുറച്ചുകൂടി ഒരു ടഫ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ ആ മൊത്തം ക്വസ്റ്റ്യൻ പേപ്പറിന് 3 കറണ്ട് ജനറൽ നോളജ്, ഇംഗ്ലീഷ്, റീസണിങ് എന്നുള്ള മാറ്റി മൊത്തത്തിൽ എന്തൊക്കെ കണ്ടന്റ് ഉണ്ടോ അതിനൊന്ന് ഒന്ന് പൊളിച്ച് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നല്ല രീതിക്ക് ശ്രദ്ധിക്കണം, നല്ല രീതിക്ക് അവെയർ ആയിരിക്കണം ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ. അത് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനും ഒരുപോലെ ഗുണം ചെയ്യും എന്നുള്ളതാണ്. പിന്നീട് പൊളൈറ്റി ആൻഡ് ലോ നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. പിന്നെ കമ്പ്യൂട്ടർ അവയർനെസ് അത്ര ടഫായിട്ടൊന്നും ഉണ്ടാവാറില്ല. അത് കറണ്ട് അഫയേഴ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ജനറൽ നോളജിൻ്റെ കൂടെ കുറച്ച് ചോദ്യങ്ങളിൽ നിൽക്കും. പിന്നെ മാത്സ് ആൻഡ് റീസണിങ് 10 മാർക്കാണ്. അത് 10 മാർക്ക് എന്തായാലും കിട്ടിയിരിക്കണം. അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പരിശീലിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാത്സിൻ്റെ അല്ലെങ്കിൽ റീസണിങ്ങിൻ്റെ 10 മാർക്ക് സുഖമായിട്ട് കിട്ടാവുന്നതാണ്. പിന്നെയുള്ളത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷാണ് 50%. അതൊരു മോഡറേറ്റ് ലെവൽ, ഒരു മീഡിയം അല്ലെങ്കിൽ എബോവ് മീഡിയം എന്ന് പറയാവുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്.
മൊത്തം ക്വസ്റ്റ്യൻസും നോക്കുന്ന സമയത്ത് അതിന് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലാന്നല്ല, ടഫായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെ പഠിക്കണം, നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷാണ് നമുക്ക് ആദ്യത്തെ പറയാനുള്ളത്. ഇംഗ്ലീഷിനകത്തുള്ള വൊക്കാബുലറി, ലീഗൽ വൊക്കാബുലറി അല്ലെങ്കിൽ സിനണിം ആന്റണിം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ലീഗൽ വൊക്കാബുലറി സൈഡിലോട്ട് പഠിച്ചാൽ കുറെ കൂടെ നമുക്ക് ഉപകാരം ഉണ്ടാവും. ഇവിടെ മാത്രമല്ല, നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാം ചെയ്യുന്ന സമയത്ത് നമുക്കത് ഉപകാരപ്പെടും. ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനെ കുറിച്ച് നമുക്ക് ഒന്ന് അനലൈസ്, ഒരു വീഡിയോ ഇതുപോലെ ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ട്രെൻഡ് എന്നുള്ളത്. അപ്പോൾ ഇതിനകത്തുള്ള ഫ്രേസൽ വെർബ് അല്ലെങ്കിൽ ഹോമോഫോൺസ്, ഒഫീഷ്യൽ വൊക്കാബുലറി, അതുപോലെ ജെൻഡർ ഫോം, കളക്റ്റീവ് നൗൺസ് ഒക്കെ പഠിച്ചു വെക്കുന്നത് ഉപകാരം ചെയ്യും. കാരണം നമ്മൾ പ്രിസി റൈറ്റിംഗിലേക്കോട്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്കത് ആവശ്യമായിട്ട് വരും. പിന്നെ ഗ്രാമർ പാർട്ട് സ്വാഭാവികമായിട്ടും നമുക്ക് രണ്ട് ഭാഗത്തും ഒബ്ജക്റ്റീവിനും ആവശ്യമുണ്ട്, ഡിസ്ക്രിപ്റ്റീവിനും ആവശ്യമുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് എക്സാമിൽ പരിശോധിക്കുന്നത് ഇംഗ്ലീഷ് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, എഴുതാൻ പറ്റുമോ എന്നുള്ളതിനാണ് കാര്യമായിട്ട് പരിശോധിക്കുന്നത്. അപ്പോൾ ഗ്രാമർ പാർട്ട് നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ കോംപ്രിഹെൻഷനും ആവശ്യമുണ്ട്. ഇത് നമുക്ക് ഒബ്ജക്റ്റീവിന്റെ പാർട്ടിൽ ഇപ്പോൾ പാരാജമ്പിൾ പോലെയുള്ളത്, അല്ലെങ്കിൽ എറർ ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഇതേ സാധനം നമ്മൾ ഡിസ്ക്രിപ്റ്റീവിലോട്ട് പോകുമ്പോൾ പാരാഫ്രൈസ്, നമ്മൾ പാരാഗ്രാഫ് വായിച്ചിട്ട് ഒരു 3 സെന്റൻസിൽ ഒരു 10 ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ട ആവശ്യമുണ്ട്. സോ അവിടെ നമുക്ക് ഇതൊരു പഠിക്കുന്നത് ഒരു സ്റ്റൈലിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊലൈറ്റി, ഇത് ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. കറണ്ട് അഫയേഴ്സിലും ഡിസ്ക്രിപ്റ്റീവിലും ഏകദേശം ഒരുപോലെ തന്നെയുള്ള ടോപ്പിക്കുകൾ വരാറുണ്ട്. ഇപ്പോൾ ലോ ആയിട്ട് റിലേറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്റ്റീവിൽ ഉണ്ടായിരുന്നു, നമുക്ക് നോക്കാം. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പൊളൈറ്റി അത് കറണ്ട് അഫയേഴ്സ് ആയിട്ട് ബന്ധപ്പെടുത്തി, കറണ്ട് അഫയേഴ്സ്, കറണ്ട് ട്രെൻഡ് എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞു വെക്കുക, ഇപ്പൊ നാട്ടിൽ എന്തൊക്കെ നടക്കുന്നതെന്ന് അറിഞ്ഞു വെക്കുക, പഠിക്കുക. സോ അതുപോലെയാണ് ജുഡീഷ്യറിയെ കുറിച്ച് അറിഞ്ഞു വെക്കുന്നത്. ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ, പുതിയ വിധികൾ വരുമ്പോൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിധികൾ വരുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഒന്ന് നോക്കി വെക്കുക, പഠിച്ചു വെക്കുക. ലീഗൽ അവയർനെസ് ഉണ്ടായിരിക്കണം. ഭാരതീയ ന്യായ സംഹിത അല്ലെങ്കിൽ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത തുടങ്ങിയ കാര്യങ്ങളുണ്ടല്ലോ, ഇന്ത്യൻ പീനൽ കോഡൊക്കെ മാറിയില്ലേ. അപ്പൊ അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. സോ അതൊക്കെ കറണ്ട് അഫയേഴ്സിലോ അല്ലെങ്കിൽ GK-ലോ നമുക്ക് വരാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ലീഗൽ അവയർനെസ്സിൽ വരുന്ന കാര്യങ്ങളാണ്. സോ അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞു വെക്കുക. അതുപോലെയാണ് കേരള റെനസൻസ് അല്ലെങ്കിൽ കേരള ഹിസ്റ്ററി എന്നൊക്കെ പറയുന്നത് 1, 2, 3 ചോദ്യങ്ങളൊക്കെ ഇവിടെ നിന്നൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് സാധാരണഗതിയിൽ PSCയുടെ പല എക്സാമുകൾക്ക് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ PSCയുടെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനൊക്കെ പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അതുപോലെ തന്നെ പഠിക്കുക, കുഴപ്പമില്ല. ആ സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യം വന്നേക്കാം. പിന്നെ കറണ്ട് അഫയർ, ഇപ്പൊ നാഷണൽ അല്ലെങ്കിൽ നാഷണൽ കറണ്ട് അഫയേഴ്സ്, അതുപോലെ കേരള ഇന്റർനാഷണൽ അവാർഡ്, നോബൽ പ്രൈസ് പോലെയുള്ള പ്രൈസുകൾ, ഒളിമ്പിക്സ്, അതുപോലത്തെ സ്പോർട്സ് ഇവന്റ്സ്, ബുക്സ്, യൂണിയൻ ബജറ്റ് പോലെയുള്ള കാര്യങ്ങൾ, കേന്ദ്ര സർക്കാരായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കേന്ദ്ര സർക്കാരായിട്ട് ബന്ധപ്പെട്ട പോളിസികളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെയാണ് ജഡ്ജ്മെന്റുകൾ, കാര്യങ്ങൾ, പുതിയ ലോ അല്ലെങ്കിൽ അമെന്റ്മെന്റുകൾ, അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി വെച്ചേക്കുക. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഒക്കെ വളരെ ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവാറുള്ളത്, നമ്മൾ കണ്ടിട്ടുള്ളതും. പക്ഷെ ഇതൊന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ക്രിപ്റ്റീവിൽ സാധ്യതകളുണ്ട്. ഇതിനൊക്കെ വേണമെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് തന്നെ ചെയ്ത് പഠിച്ചാൽ മതി. ചെറിയ ഷോർട്ട് എസ്സേ ആയിട്ട് എഴുതി പഠിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് ഗുണം കിട്ടും. നമ്മൾ കാര്യങ്ങൾ മറന്നു പോകാതെ ഓർത്തിരിക്കാനും പറ്റും. നമുക്ക് എസ്സേ റൈറ്റിംഗിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ടോപ്പിക്കുകൾ വരികയാണെങ്കിൽ അറ്റൻഡ് ചെയ്യാം. ഇത് മാത്രമല്ല, സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഏത് ടോപ്പിക്കുകൾ വന്നാലും നമുക്കൊരു ഫ്രെയിം വർക്ക് അവിടെ ഉണ്ടാവും. നമുക്ക് എഴുതാവുന്ന ഒരു ഫ്രെയിം വർക്ക് അവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തോട്ട് ആ ടോപ്പിക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്ന രീതിയിലും ചെയ്യാൻ പറ്റും. അത് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കേണ്ട ബേസിലാണ്. അപ്പോൾ ആ സമയത്ത് ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും ആ അനാലിസിസ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ. പിന്നെ മാത്തമാറ്റിക്സ് ആൻഡ് മെന്റൽ എബിലിറ്റി 10 മാർക്കിനാണ്. പക്ഷെ 10 മാർക്കിന് ഒരു ഡിഗ്രി ലെവലോ അല്ലെങ്കിൽ ആ ലെവലിൽ അത്യാവശ്യം നല്ല ലെവലുള്ള ഒരു 10 ചോദ്യങ്ങൾ ഉണ്ടാവും. അത് ഒഴിവാക്കാൻ പാടില്ല. 10 മാർക്ക് അതിന് കിട്ടിയിട്ടിരിക്കണം. അപ്പൊ അതിനുവേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുക. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ കൊടുക്കുന്ന ക്ലാസ്സുകളൊക്കെ എപ്പോഴും ഒരു ആക്ടിവിറ്റി ബേസ്ഡ്, അല്ലെങ്കിൽ ചെയ്ത് പഠിക്കുക, ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ മാത്സിലെ മെന്റൽ എബിലിറ്റീനെ അപ്രോച്ച് ചെയ്യുന്നത്. അടുത്തത് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനെ കുറിച്ചാണ്. ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് 3 ഭാഗങ്ങളാണുള്ളത്. മുമ്പ് അതൊരു ലെറ്റർ റൈറ്റിംഗ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ലെറ്റർ റൈറ്റിംഗ് മാറിയിട്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് കോംപ്രിഹെൻഷൻ ആണുള്ളത്. സോ എസ്സേ റൈറ്റിംഗ്, പ്രെസീസ് റൈറ്റിംഗ്, കോംപ്രിഹെൻഷൻ, ഈ 3 ഭാഗങ്ങളുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് അപ്പോൾ വായിച്ചൊക്കെ നോക്കാം. ഇപ്പൊ പറയാണ് എസ്സേ റൈറ്റിംഗിൽ 2 എസ്സേ, 3 ടോപ്പിക്കുകൾ തന്നിട്ട് 2 എസ്സേ എഴുതുക. ഇതാണ് കഴിഞ്ഞ 2 വർഷമായിട്ടുള്ള ട്രെൻഡിനകത്തുള്ളത്. അതുപോലെ ഷോർട്ട് എസ്സേ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വെറുതെ കഥകൾ എഴുതി വെക്കാൻ പറ്റില്ല. ടു ദ ടോപ്പിക്, വളരെ കൃത്യമായിട്ട് എന്താണോ ടോപ്പിക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കറക്റ്റ് ഭാഷ ഉപയോഗിച്ചിട്ട്, അത് തെറ്റ് കൂടാതെ, ഗ്രാമറിലൊന്നും കാര്യമായിട്ടുള്ള തെറ്റില്ലാതെ നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ട് എഴുതി വെക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെയാണ് പ്രിസി റൈറ്റിംഗ് വരുന്നത്. ഒരു 1/3 ആയിട്ട് ചുരുക്കുക എന്നുള്ളതാണ്. മുൻപൊക്കെ അത് വളരെ ചെറിയ പാരഗ്രാഫിന് നമ്മൾ 1/3 ആയി ചുരുക്കുക എന്നുള്ളതായിരുന്നെങ്കിൽ 2014-16 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ പുതിയ കഴിഞ്ഞ വർഷത്തൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കുന്ന സമയത്ത്
അതൊരു വലിയ പാരഗ്രാഫ്, ഒരു ഫുൾ പേജിലേക്ക് തന്നെ നമുക്ക് വലിയൊരു സെന്റൻസ് തന്നെ വരും, മീൻസ് വലിയൊരു കഥ പോലെ തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കോംപ്രിഹെൻഷനും അതുപോലെ ഒരു ഫുൾ പേജിനകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു പാസേജ് തന്നിട്ട് നമ്മളത് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു 10 ചോദ്യങ്ങൾക്ക് ഒരു 3 സെന്റൻസിൽ ഉത്തരം എഴുതുക. പലപ്പോഴും ചോദ്യങ്ങൾ കാണുമ്പോൾ നമുക്കൊരു എസ്സേ എഴുതാൻ പാകത്തിനുള്ള ചോദ്യങ്ങളായിരിക്കും ഈ 10 എണ്ണത്തിൽ ഉണ്ടാവുക. അവിടെ നമ്മൾ പ്രസി ചെയ്യുന്ന പോലെ തന്നെ വളരെ ചുരുക്കി ടു ദ പോയിന്റ് എന്താണോ കാര്യം വളരെ കൃത്യമായിട്ട് എഴുതുക എന്നുള്ളതാണ്. ചില ടോപ്പിക്കുകളൊക്കെ നമുക്ക് അതിനകത്ത് ക്വസ്റ്റ്യൻ ജനറൽ ആയിട്ടൊക്കെ തോന്നും. അത് ആ രീതിയിലാണ് ആ പാസേജിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. നിങ്ങളുടെ ഡ്രാഫ്റ്റിംഗ് സ്കിൽ അല്ലെങ്കിൽ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി, ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി പരിശോധിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടും ഈ ഡിസ്ക്രിപ്റ്റീവ് എക്സാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സ്കിൽ എന്ന് പറയുന്നതാണ്. എന്തൊക്കെ സ്കില്ലാണ് അതിലൂടെ ടെസ്റ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഗ്രാമർ അറിയോ? നിങ്ങൾക്ക് അത്യാവശ്യം വൊക്കാബുലറി ഉണ്ടോ? അതായത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ജോലിയിൽ നിങ്ങൾക്ക് ഈ എഴുത്തുകൾ ഒരുപാട് ഉണ്ടാവുമല്ലോ. അതായത് നിങ്ങൾക്ക് കത്തുകൾ തയ്യാറാക്കുന്നതോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള നോട്ട്സ് തയ്യാറാക്കുന്നതാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ ചെയ്യണമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനുള്ള ഭാഷ നിങ്ങളുടെ കയ്യിലുണ്ടോ? വാക്കുകൾ നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾക്ക് തെറ്റുകൂടാതെ എഴുതാൻ പറ്റുമോ എന്നുള്ളത് അറിയണം. അത്രയേ ഉള്ളൂ. അതാണ് ഈ സെന്റൻസ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ലോജിക്കൽ ഫ്ലോ, സമറൈസേഷൻ സ്കില്ല്, ലീഗൽ അവയർനെസ് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ലീഗൽ അവയർനെസ് സ്വാഭാവികമായിട്ടും നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്നത് ഒരു ജുഡീഷ്യറി റിലേറ്റഡ് സ്ഥാപനമാണല്ലോ, ഹൈക്കോടതിയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതും കൂടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അവിടെയാണ് ലീഗൽ വൊക്കാബുലറി നമുക്ക് അത്യാവശ്യമായിട്ട് വരുന്നത്. സ്വാഭാവികമായിട്ടും പല ടേമുകൾക്കും ലീഗൽ അല്ലെങ്കിൽ നിയമപരമായിട്ട് അല്ലെ ജുഡീഷ്യറിയിൽ നമ്മൾ പറയുമ്പോൾ സിംഗിൾ വേർഡുകൾ ഉണ്ടാവും. നമ്മൾ നോർമലായിട്ട് ഒരു ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ നാട്ടിലോ സംസാരിക്കുന്നവരായിരിക്കില്ല. സോ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ് എക്സാം എന്ന് പറയുന്നത് നമ്മുടെ അറിവ് പരിശോധന എന്ന് പറയാം. അറിവ്, അതുപോലെ തന്നെ നമുക്ക് പ്രസന്റ് കണ്ടീഷനെ കുറിച്ചുള്ള തിരിച്ചറിവുണ്ടോ, നമ്മൾ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ അറിയുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. അതുപോലെ ഡിസ്ക്രിപ്റ്റീവ് എക്സാം എത്തുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കോംപ്രിഹെൻഷൻ, അനലിറ്റിക്കൽ എബിലിറ്റി ഒക്കെ പരിശോധിക്കുന്ന ഒരു എക്സാം ആണ്. അവിടെയാണ് ഇന്റർവ്യൂ, അടുത്ത ഭാഗം ഇന്റർവ്യൂ ആണ് വരുന്നത്. ഇന്റർവ്യൂവിനകത്ത് പേഴ്സണാലിറ്റി, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പ്രസൻസ് ഓഫ് മൈൻഡ്, കോൺഫിഡൻസ്, ജനറൽ അവയർനെസ്, അതുപോലെ സ്യൂട്ടബിലിറ്റി ഫോർ കോർട്ട് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതൊക്കെയാണ് സ്വാഭാവികമായിട്ടും പരിശോധിക്കാം. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്നത് ഒരു സാധാരണ ഡിഗ്രി ലെവലോ അല്ലെങ്കിൽ ഒരു സാധാരണ BSc ലെവൽ എക്സാമോ അല്ല. അതൊരു ഇംഗ്ലീഷ് ഡോമിനന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് കൃത്യമായ ധാരണകൾ ഉണ്ടായിരിക്കേണ്ട, ജുഡീഷ്യറി അല്ലെങ്കിൽ നിയമ ലോയിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ധാരണയും എന്താ പറയുക ധാരണകളൊക്കെ ഉണ്ടായിരിക്കേണ്ട ഒരു എക്സാം ആണ് എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ജനറലി നമുക്ക് ഈ എക്സാമിനെ കുറിച്ച് നോക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മനസ്സിലാവുന്നത്. നമുക്ക് ഡിസ്ക്രിപ്റ്റീവും ഒബ്ജക്റ്റീവ് എക്സാമുകളെ കുറിച്ചൊന്ന് വെറുതെ സെപ്പറേറ്റ് ആയിട്ട് നോക്കിയേക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ നോക്കാം. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തേക്കുക, അല്ലെങ്കിൽ കാണുന്ന നമ്പറിലോ ഇമെയിലിലോ ടെക്സ്റ്റ് ചെയ്യാം, വാട്സാപ്പിലോ ടെക്സ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. നമ്മുടെ ബാച്ചുകൾ ഉടനെ ആരംഭിക്കുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും. താങ്ക് യു.